ആര്യ ചേച്ചി ഇനി നമ്മുടെ ചങ്സ് ചോയ്സ് ഇവിടെ വന്നിട്ട് അതില് സെലക്ട് ചെയ്യാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ ഞാൻ വിളിക്കാൻ പോകുന്നത്. ഈ റൗണ്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാ വരുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ റിയാൻകുട്ടനാണ്. ലെറ്റ്സ് വെൽക്കം റിയാൻ ഓൺ സ്റ്റേജ്. ചങ്കൂസ്, എന്തോ സാർ? എന്താണ് വിശേഷം? സുഖാണ് സാറേ. റിയാൻകുട്ടൻ കഴിഞ്ഞ ദിവസം ഒരു ട്രിബ്യൂട്ട് ഇട്ടില്ലേ ജാനകിയമ്മയ്ക്ക്? ആ മലർക്കൊടി പോലെ പാടിയില്ലേ? അതെ സാറേ. അത് ഉഗ്രനായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. ശരിക്കും ആ പാട്ടിൽ ജാനകിയമ്മ ഉണ്ടായിരുന്നു കേട്ടോ. ഓ റിയാൻകുട്ടൻ താങ്ക് യു സാറേ. പാടിയത് ഒത്തിരി അതിന്റെ മ്യൂസിക്കാലിറ്റി ഒക്കെ മനസ്സിലാക്കിയാണ് റിയാൻകുട്ടൻ അത് പാടിയിരിക്കുന്നത്. ഒത്തിരി ഇഷ്ടത്തോടെ അല്ലെ? ജാനകിയമ്മ എത്ര ഇഷ്ടമാണോ? ജാനകിയമ്മയുടെ പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജാനകിയമ്മയ്ക്ക് ട്രിബ്യൂട്ട് ആയിട്ടാണ് റിയാൻകുട്ടൻ ഇട്ടിരിക്കുന്നത് ഫേസ്ബുക്കില്. ഞാൻ ഫോളോ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ അറിഞ്ഞായിരുന്നു. നോമെല്ലാം അറിയുന്നുണ്ട്. ഇനി റിയാൻകുട്ടന്റെ പ്രോഗ്രസ് കാർഡ് പറയാം നമുക്ക് അല്ലേ? റിയാൻകുട്ടൻ വാട്ട് എ റെക്കോർഡ്. അതെ, 36 പാട്ടുകൾ റിയാൻകുട്ടന്റെ. ഇത് 37ാമത്തെ പെർഫോമൻസ് ആണ്. അതെ. ഒരു സീനിയർ പ്രൊഫഷണൽ സംഭവമാണല്ലോ അല്ലെ? അതില് 36 പെർഫോമൻസില് 10 ഹൺഡ്രഡ്സ്, 10 സെഞ്ചുറി അടിച്ചിരിക്കുന്നു. 10 സെഞ്ചുറികൾ അടിച്ചു ഞാൻ. അതെ, മിടുമിടുക്കനാണിത്. ഓരോ 4 പാട്ടിലും ഒരു സെഞ്ചുറിയാ. ഒരു രക്ഷയില്ല. പിന്നെ 2 സ്റ്റാർസ് 2 പ്രാവശ്യം, 3 സ്റ്റാർസ് 1 പ്രാവശ്യം, 5 സ്റ്റാർസ് 1 പ്രാവശ്യം. അടിപൊളി പ്രോഗ്രസ് കാർഡ്. ഏത് പാട്ടിനായിരുന്നു 5 സ്റ്റാർസ്? കണ്ണീർ പൂവിന്റെ കവളിൽ. നമുക്ക് സ്റ്റാർസ് ഒന്ന് കൂട്ടണ്ടേ? കൂട്ടണ്ടേ സ്റ്റാർ ഒക്കെ? കൂട്ടണം. പിന്നെ ഇപ്പൊ 4 പാട്ടിലാണ് ഒരു 100. ഇനി മുതല് 2 പാട്ടിൽ ഒരു 100ലേക്ക് എത്തണം. റിയാൻ കൂടാ? ഞാൻ കൂടെ ഉണ്ടേ, നമ്മള് കൂടെ ഉണ്ടേ. ഞാനിത് ശ്രമിച്ചോണ്ടിരിക്കുന്നുണ്ട്. പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട് ഞാൻ. അപ്പൊ നമുക്ക് ഇന്ന് അതിന് സാധ്യത ഉണ്ടെന്ന് നോക്കാം. അതെ അതെ. ചങ്സ് ചോയ്സ് അല്ലേ? ചങ്സ് ചോയ്സ്. 4 ചങ്സ് ഉണ്ട്. ഒന്ന് MJ അങ്കിള്, ഒന്ന് മധു അങ്കിള്, പിന്നെ ഉണ്ണി അങ്കിള്, ആര്യ ചേച്ചി. അതിൽ ഒരാളെ റിയാൻകുട്ട സെലക്ട് ചെയ്യണം. എന്നിട്ട് എന്തുകൊണ്ടാണ് ആ ആളെ സെലക്ട് ചെയ്തതെന്ന് പറയണം. ശരി, ഒരാളെ പറഞ്ഞു. ഉണ്ണിമേനോൻ സാർ. ഉണ്ണിമേനോൻ സാർ. എന്തുകൊണ്ട് ഉണ്ണി അങ്കിൾ? ഉണ്ണിമേനോൻ സാറിന്റെ പാട്ടുകളൊക്കെ ഭയങ്കര സ്വീറ്റാ. പിന്നെ ഞാൻ രാവിൽ പൂന്തേന്ന് പറയുന്ന ആ പാട്ട് പാടി 100 മേണിച്ചു. പക്ഷെ അത് ഉണ്ണിമേനോൻ സാറ് കാണാത്തോണ്ട് എനിക്ക് ചെറിയൊരു സങ്കടമുണ്ട്. പിന്നെ എനിക്ക് ഒരു ചെമ്പനീർ പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിമേനോൻ സാറിന്റെ. എന്റെ കാറിൽ ഇടക്കിടക്ക് ആ പാട്ട് വരും. അതുകൊണ്ട് ഞാൻ ഉണ്ണിമേനോൻ സാറിനെ സെലക്ട് ചെയ്തു. ഉണ്ണിമേനോൻ സാറ് പാട്ടാണോ ഒരു പണിയാണോ തരുന്നത് നമുക്ക് നോക്കാം. ചിലപ്പോ ടാസ്കും വരും കേട്ടോ. ഓക്കെ. സാറ് പണിയാ തന്നത്. അയ്യോ നിമിഷ കവി ഇപ്പൊ ഒരു പാട്ടുണ്ടാക്കി പാടണം. സാറേ എന്തിനീ ഒരു പണി ആ കാക്കക്കുട്ടി പോലൊരു പാട്ട്. അമ്മയുടെ ആയോണ്ട് എനിക്ക് വേഗം കിട്ടും സാറേ. അമ്മയുടെ പാട്ടാണോ? ആയിക്കോട്ടെ. അമ്മ എന്റെ അമ്മ, എന്റെ സ്വന്തം അമ്മ. അമ്മ എന്റെ അമ്മ, എന്റെ മാത്രമമ്മ. ഊണിലും ഉറക്കിലും യാത്രയിലും അമ്മ. ഊണിലും ഉറക്കിലും യാത്രയിലും അമ്മ. എന്നെ ലാളിച്ചോ മനിച്ചമ്മ. എന്നെ ലാളിച്ചോ മനിച്ചമ്മ. ജനിച്ചപ്പോൾ എന്നെ നോക്കി വളർത്തിയോരമ്മ. ജനിച്ചപ്പോൾ എന്നെ നോക്കി വളർത്തിയോരമ്മ. താങ്ക് യു. അടിപൊളി മോനെ. താങ്ക് യു സാർ. എന്റെ അങ്കിളുടെ കണ്ണ് നിറഞ്ഞു. ഒരു നിമിഷം കൊണ്ട് വേറെ ലോകത്ത് പോയി മക്കളെ. താങ്ക് യു സാർ. ഒത്തിരി സ്നേഹം കേട്ടോ. താങ്ക് യു സാർ. അന്ന് നമുക്ക് ഒരാളെയും കൂടി സെലക്ട് ചെയ്യാവേ. ഉണ്ണിമേനോൻ സാർ നമുക്ക് പണി തന്നില്ലേ? എന്നാ അതുകൊണ്ട് വേറൊരാളെ പറ. MJ ചന്ദ്രൻ സാർ. എന്തുകൊണ്ട്? MJ ചന്ദ്രൻ സാറ് നല്ല ഒരു മ്യൂസിക് കമ്പോസറാണ്.
സാറിന്റെ കുറെ മെലഡികൾ എനിക്ക് ഇഷ്ടമാണ്. ആ. പിന്നെ അതുമാത്രല്ല ആ. ടോപ്പ് സിംഗറിൽ എന്നെ എണീറ്റ് വന്ന് കെട്ടിപ്പിടിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. ഞാൻ MJ സാറിന്റെ സ്വപ്നം കണ്ടിരുന്ന ഒരു ദിവസം. അതുകൊണ്ട് ഞാനിപ്പോ MJ സാറിനെ സെലക്ട് ചെയ്തു. ആ ശരി. MJ അങ്കിൾ എന്താ തരുന്നത് നോക്കാവേ. ആ ആ. മധുരഗാനം. ആ ആഹാ. അതൊക്കെ അല്ലേ? ആ അതിന് റെഡി അല്ലേ റിയാൻകുട്ടൻ? ആ റെഡിയാണ്. ഈ റൗണ്ടിൽ ഏത് പാട്ടാ പാടാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നേ? വാഗപ്പൂമരം എന്ന് പറയുന്ന പാട്ട്. ഉഗ്രം പാട്ടല്ലേ? ആ പാട്ട് കേൾക്കാം അല്ലേ നമുക്ക്? ഗംഭീര പാട്ടാണ്. നമ്മുടെ റിയാൻകുട്ടൻ പാടാൻ പോവാണ്. പ്രേക്ഷകരെല്ലാവരും QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ റിയാൻകുട്ടന് വോട്ട് ചെയ്യണം കേട്ടോ. പാടാ റിയാൻകുട്ട. ആ പോയി റെഡി ആയിട്ട് വരാം നമുക്ക്.
എന്തോ സാർ? നന്നായിട്ടോ. പ്രിയങ്കുട്ടാ, എന്തോ സാർ? വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് സോങ്സ് ആണ് ഈ പാട്ട്. ആ അങ്കിൾ ഇങ്ങനെ രാത്രി പാട്ടുകളുണ്ട് കേട്ടോ അങ്കിളിന്. ആ ആ ആ ഈ പ്ലേലിസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. ആ. പക്ഷെ പല പാട്ടുകളും ഒരു 10 വർഷം മുമ്പേ കേൾക്കുന്നത്, 15 വർഷം മുമ്പേ കേൾക്കുന്നത് ഇന്നും കേൾക്കും. ഓ അപ്പൊ ഓക്കെ സാർ. അങ്ങനെയുള്ള പാട്ടുകളിൽ ഒരു പാട്ടാണ്. ആ ചില ദിവസങ്ങളിൽ, ചില ശനിയാഴ്ചകളിലാണ് വാഗപ്പൂ മരം വരുന്നത്. അങ്ങനെ ഓരോ ദിവസത്തിനും ഓരോ പാട്ട്, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഓ കുറെ പ്രാന്തുണ്ട് അങ്കിളിന്. അത് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? ഏ അപ്പൊ എന്റെ താരാട്ട് പാട്ടായിട്ട് വരും. ആര്? വാഗപ്പൂമരം. എന്റെ വകയിലെ ഒരു താരാട്ട് പാട്ടായിട്ട് വരും വാഗപ്പൂമരം. വാഗപ്പൂമരം. അതാണ്. ആ അപ്പൊ അതുകൊണ്ട് അതിങ്ങനെ അത് ദാസർ പാടിയിരിക്കുന്നതും ഒരുപാട് ശബ്ദത്തിന്റെ വോളിയം കൊടുക്കാതെയാണ്. അത് ശ്രദ്ധിച്ചല്ലോ അല്ലേ? അതെ അതെ അതെ. ആ, അദ്ദേഹത്തിന്റെ അത്രയും ഘനഗംഭീരമായ ശബ്ദം. ദാസറിന്റെ ശബ്ദം ഏതൊക്കെ രീതിയിൽ മാറ്റിയാലും മറിച്ചാലും അത് ബ്യൂട്ടിഫുൾ ആയിരിക്കും. ആ അത് ശരി. അത് ഭയങ്കര അത് ആ ശബ്ദത്തിന്റെ ഒരു ഡിവിനിറ്റിയാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ മോനത് അധികം ശബ്ദം വെളിയിൽ വരാതെ പാടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ സാർ. പക്ഷേ ആ സമയത്ത് ഈ ഹെഡ് വോയിസ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഹെഡ് വോയിസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തല ഉള്ളിലോട്ട് ഇടുന്നുണ്ട്. കൈയും തലയും പുറത്തിടരുത്, അകത്തിടണം എന്നുള്ള രീതിയിൽ ഹെഡ് വോയിസ് ഇടയ്ക്ക് ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ ഹെഡ് വോയിസ് വരുമ്പോഴത്തേക്കും ചില ഭാഗത്ത് അത് വേണമോ എന്നുള്ള ഒരു സംശയമുണ്ട്. ഇപ്പോ ആ മേളിലുള്ള വിരൽ ഞൊടിച്ചു വിളിച്ച നേരം അതൊന്ന് പാടാമോ? കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് പാടാൻ പറ്റുമോ? അങ്ങനെ പാടുമ്പോഴത്തേക്കും ശരിക്ക് ആ ഒരു മിക്സ്ഡ് വോയിസ് വരുമ്പോഴത്തേക്കും മോന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലേ? അതുകൊണ്ടാണ് ഹെഡ് വോയിസിലോട്ട് അല്ലേ? അങ്ങനെയാണല്ലോ. അതെ അതെ. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അത് വേണ്ട അല്ലേ? അത് വേണ്ടാന്ന് തോന്നുന്നു. അപ്പൊ അത് പ്രാക്ടീസിലൂടെ വേണം മാറ്റിയെടുക്കാൻ. ഓക്കെ. വിധുവദനയായി വിവേശയായവൾ എന്നുവരെ നന്നായിരുന്നു കേട്ടോ. അത് രണ്ടിനാണ്. ഒരുങ്ങി നിന്നു, അവിടെ കുറച്ച് ശ്രുതി ഒരു വ്യത്യാസമുണ്ട്. നാണം കുണുങ്ങി നിന്നു, അത് നന്നായി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ബ്രത്തിന് കുറച്ച് പ്രശ്നമുണ്ടോ? അത് ഇടയ്ക്കിടയ്ക്ക് വരണതായിരുന്നു സാറേ. അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് കേട്ടോ. പിന്നെ ഈ ശബ്ദം ഇന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശബ്ദം ഒന്നും പ്രശ്നമില്ലല്ലോ. ഇടയ്ക്ക് എവിടെയോ 1-2 സ്ഥലത്ത് ചെറിയ സ്ക്രാച്ച് വന്ന പോലെ തോന്നി. ഹൈ ഉള്ളതാണോ? ഹൈ. അത് സ്ട്രെയിൻ കൊണ്ടാണോ? അത് കുറച്ച് ഹൈ ആയിരുന്നില്ലേ, അപ്പൊ ഇച്ചിരി ഒന്ന് സ്ട്രെയിൻ ഉണ്ടായിരുന്നു. ആ അകാരത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ ഏതെന്നറിയാം? അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. താങ്ക് യു സാർ. നമുക്ക് തോന്നുന്നു അത് ഭയങ്കര ഈസിയാണെന്ന്. പക്ഷെ ആ എക്സ്പ്രഷനിൽ അത് പാടാൻ ഈസി അല്ല. അത് റിയാൻ കുട്ടന് മാത്രം പറ്റുന്ന സംഭവമാണോ? അത് സിയാബ് സാറ് പറഞ്ഞു തന്നായിരുന്നു. ആദ്യം ഞാൻ ഇങ്ങനെ പാടി പാടി. അപ്പൊ സിയാബ് സാർ അങ്ങനെ പാടരുത്, പാടാൻ പറഞ്ഞു. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രശ്നം കൂട്ടിയപ്പോഴത്തേക്കും എനിക്ക് പറയാനുള്ള ഈ ഗ്രഹങ്ങളുടെ ഒരു നിലവാരം എന്ന് പറയണം കേട്ടോ. MJ സാറേ, എനിക്കൊരു സംഭവം പറയാനുണ്ടേ. ഓർക്കസ്ട്ര പ്രാക്ടീസിനില്ലേ ഒരു സംഭവം നടന്നു. എന്താന്നറിയോ? ഞാൻ സുശാന്ത് ഏട്ടനോട് പറഞ്ഞു എനിക്ക് ഈ കീബോർഡിൽ എങ്ങനെയാ റിതം റെക്കോർഡ് ചെയ്തിട്ടൊക്കെ സെറ്റ് ചെയ്യണ വിധം കാണിച്ചു തരാൻ പറഞ്ഞേ. അപ്പോ സുശാന്ത് ഏട്ടൻ കാണിച്ചു തന്നു ജസ്റ്റ്. അപ്പോ ഏതെങ്കിലും ഒരു റിതം പാറ്റേൺ എടുത്തിട്ട് എക്സാമ്പിൾ ആയിട്ട് പറയല്ലേ ചെയ്യാ. അപ്പോ അങ്ങനെ പറഞ്ഞപ്പോഴേക്കുവേ ഞാൻ കാക്കക്കുട്ടിക്ക് മനസ്സിൽ കണ്ട അതേ റിതം അതേ ടെമ്പോയിലാ സുശാന്ത് ഏട്ടൻ പറഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം റിയാൻ കുട്ടാ, ഈ സീസൺ തീരുന്നതിന് മുമ്പേ നമുക്ക് കാക്കക്കുട്ടി അങ്ങ് റെക്കോർഡ് ചെയ്തോളാം. അതെ, ഫൈനലിലേക്ക് റിയാൻ കുട്ടൻ എത്തുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് അതിനൊരു ഗ്രാൻഡ് പെർഫോമൻസ് വെച്ചോളാം. ഓക്കെ അല്ലേ? എല്ലാരും കൈയടിച്ച് പാസ്സാക്കല്ലേ? ഇന്ന് എന്നെ കുറച്ചുപേര് കാണാൻ വന്നിട്ടുണ്ട്. ആരാന്നറിയോ? ടോപ്പ് സിംഗറിന്റെ പ്രേക്ഷകരാ. സ്ഥിരവും കാണും. അപ്പോ എന്റെ പ്രോഗ്രാം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വന്ന 2 പേരാണ്. അപ്പോ പേര് നാരായണൻ അങ്കിള്, പിന്നെ രമണി കുട്ടിയാണ്. നമസ്കാരം. എവിടുന്നാ വരുന്ന റിയാൻകുട്ട അങ്കിളും ആന്റിയും? എറണാകുളത്ത് നിന്ന് തന്നെയാ. ചൂണ്ടി കിഴക്കമ്പലം കഴിഞ്ഞിട്ടുള്ള ചൂണ്ടി. ശരി. ഒത്തിരി സന്തോഷം കേട്ടോ വന്നതില്. ഇഷ്ടായോ റിയാൻകുട്ടന്റെ പാട്ട് നേരിട്ട് കേട്ടപ്പോ? ഇഷ്ടായി. റിയാൻകുട്ടൻ ഒരു സമ്മാനമായിട്ടാ വന്നിരിക്കുന്നേ. നമുക്ക് എല്ലാരും പറഞ്ഞു കഴിഞ്ഞിട്ട് കൊടുക്കാം. ആയിക്കോട്ടെ. റിയാൻകുട്ടാ, എന്തോ സാറേ? മോനെന്ന് പാടിയതില്
നല്ലൊരു സോൾ ഉണ്ടായിരുന്നു കേട്ടോ. താങ്ക്സ് അതിൽ മോൻ്റെ ഒരു ഇൻവോൾവ്മെന്റ് നല്ല സുഖമായിരുന്നു കേൾക്കാൻ. താങ്ക്സ്. അപ്പോൾ MJ ഞങ്ങൾ പറഞ്ഞ മാതിരി കുറച്ചുകൂടി സോഫ്റ്റ് ആക്കി പാടിയാൽ അത് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഓക്കെ. പിന്നെ നമുക്ക് എല്ലാവർക്കും തോന്നിയ ഒരേ ഒരു കാര്യം, ബ്രെത്ത് കുറച്ചുകൂടി കൺട്രോൾ ചെയ്യണം മോനെ. ബ്രെത്ത് മാനേജ്മെന്റ് കുറച്ചുകൂടി ഭംഗിയാക്കണം. ഞാൻ കഴിഞ്ഞ 2 റൗണ്ടിലും ഞാൻ പറഞ്ഞിരുന്നു അത്. അപ്പൊ എന്താ വെച്ചാൽ കൂടുതൽ മോന് വോയിസിന്റെ റേഞ്ചും ഇമ്പ്രൂവ് ചെയ്യും, പവർ കിട്ടും. പിന്നെ ഹസ്കി ആക്കണമെങ്കിൽ ഹസ്കി ആക്കാം, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് പാടണമെങ്കിൽ ഓപ്പൺ ആകാം. ഓക്കെ, സൗകര്യങ്ങളുണ്ടല്ലേ പാട്ടിൽ. അതെ. ബ്രെത്ത് നല്ലോണം ഇമ്പ്രൂവ് ചെയ്ത ഒരു യോഗ ടീച്ചറെ വെച്ചിട്ട് ആ ബ്രെത്തിന്റെ ഒരു കൺട്രോൾ എങ്ങനെ ചെയ്യാം എന്ന് പഠിച്ചാൽ അത് മോന് നല്ല ഉപകാരം ചെയ്യും. കാരണം മോന്റെ ഫുൾ ഫോക്കസ് പാട്ടിലാണല്ലോ. അതെ. അപ്പോ അത് ഇമ്പ്രൂവ് ചെയ്യണ്ടേ? അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം മോൻ കേട്ടോ. അപ്പൊ ഈ പാട്ടൊക്കെ വളരെ പുഷ്പമാതിരി പാടാൻ പറ്റും അപ്പൊ കേട്ടോ. ഇതിപ്പോ ചില ഭാഗത്ത് നമുക്ക് വല്ലാതെ ഒരു സ്ട്രഗിൾ തോന്നി മോന്. ആര്യ ചേച്ചി, പാട്ട് എങ്ങനെ ഉണ്ടായി? പാട്ട് സൂപ്പർ ആയിരുന്നു റിയാൻകുട്ടാ. താങ്ക് യു ചേച്ചി. റിയാൻകുട്ടന്റെ കഴിവുകളില്ലേ, റിയാൻകുട്ടൻ ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുന്ന പോലെയുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോ ഹെഡ് വോയിസ് പാടാൻ ഒരു ഡിസ്കവറി ചെയ്തു. അതായത് അങ്ങ് കണ്ടുപിടിച്ചു, റിയാൻകുട്ടൻ എങ്ങനെയോ സ്വയം കണ്ടുപിടിച്ചു. അത് ചേച്ചി അതില്ലേ ഞാൻ കൊണ്ടുവരണതല്ലേ, എനിക്ക് അറിയാതെ വരുന്നത്. അതാ ഞാൻ പറഞ്ഞേ, എങ്ങനെയോ അത് വരുന്നുണ്ട്, നാച്ചുറലി അത് വരുന്നുണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചു, ഡിസ്കവർ ചെയ്തു. അതെ. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ റിയാൻകുട്ടൻ ഇസ് ഹാവിംഗ് എ ബ്യൂട്ടിഫുൾ ജേർണി. താങ്ക് യു ചേച്ചി. സെൽഫ് ഡിസ്കവറിയുടെ ഒരു ബ്യൂട്ടിഫുൾ സുന്ദരമായിട്ടുള്ള ഒരു ജേർണിയാണ് നമ്മുടെ റിയാൻകുട്ടൻ. റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. അതെ, എക്സാക്ട്ലി. 10 സെഞ്ചുറി അല്ലേ? അപ്പൊ ഇനി റിയാൻകുട്ടന്റെ മാർക്ക് ചോദിക്കാം നമുക്ക്. ഗിഫ്റ്റ് മാർക്കിന് ശേഷം വേണോ മാർക്കിന് മുന്നേ വേണോ? അത് മാർക്കിന് ശേഷം മതി. ശരി. അപ്പൊ റിയാൻകുട്ട ഇന്നത്തെ മാർക്ക് പറഞ്ഞോട്ടെ. റിയാൻകുട്ടന് ഇന്ന് 98 ഔട്ട് ഓഫ് 100. റിയാൻകുട്ടന് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് കാണാം അല്ലെ? അപ്പൊ ആന്റിയും അങ്കിളിനെ ഞാൻ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാണ്. ഒത്തിരി ഇഷ്ടത്തോടെ നമ്മുടെ റിയാൻകുട്ടന് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക് യു. ഞങ്ങള് അവിചാരിതമായിട്ടാണ് റിയാൻകുട്ടനെയും കുടുംബത്തെയും പരിചയപ്പെട്ടത്. ഓക്കെ. ഇവിടുത്തെ ഒരു പരിപാടി കഴിഞ്ഞ് പോരുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ കാറിൽ നിന്ന് എന്തോ സാധനം മേടിക്കാനായിട്ട് റിയാൻകുട്ടൻ്റെ അമ്മ ഇറങ്ങി വന്നു. അപ്പം അമ്മയെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അപ്പം എനിക്ക് എന്തോ ഒരു പരിചയം പോലും തോന്നി. ഇത് ഫ്ലവേഴ്സ് TV-യിലെ പാട്ട് പാടുന്ന റിയാൻകുട്ടൻ്റെ അമ്മയെ പോലെ ഇരിക്കുന്നല്ലോ എന്ന് തോന്നി. അത് കഴിഞ്ഞപ്പോൾ റിയാൻകുട്ടൻ്റെ അച്ഛൻ ഇറങ്ങി വന്നു. അപ്പോൾ എനിക്ക് തോന്നി, റിയാൻകുട്ടൻ്റെ അച്ഛനും അമ്മയും തന്നെ. എനിക്ക് വലിയ സന്തോഷം. അപ്പൊ കാറിന് അകത്തേക്ക് നോക്കിയപ്പോൾ റിയാൻകുട്ടനും ഇരിക്കുന്നു. എനിക്ക് എന്തെന്നില്ലാത്ത വികാരമുണ്ട്. അതായത് ദൈവത്തെ ഓർത്തു, പ്രത്യേകിച്ച് റിയാൻകുട്ടനെ കുറിച്ച് ഓർത്തു. അപ്പൊ ആ അനുഭവം വെച്ച് അപ്പോൾ തന്നെ അവരോട് രണ്ടുപേരോടും റിയാൻകുട്ടനോടും പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഫ്ലവേഴ്സ് TV-യുടെ ആരാധകരാണ്, എല്ലാ പരിപാടിയും സംഗീത പരിപാടിയും എല്ലാം കാണും, ഞങ്ങൾ വിടാറില്ല, ഒരു പരിപാടിയും വിടാറില്ല, അപ്പോൾ നമുക്ക് പരിചയപ്പെടണമെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ഫോൺ നമ്പർ മേടിച്ചു. എൻ്റെ വീടിൻ്റെ അവിടം വരെ റിയാൻകുട്ടൻ്റെ അച്ഛൻ കാറെ കൊണ്ടുവന്ന് വിട്ടു. അതിനുശേഷം ഞങ്ങൾ പരിചയപ്പെട്ടു. അപ്പോൾ ഞങ്ങൾക്ക് ഒരവസരോടും തന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു സ്റ്റുഡിയോ കാണുന്നത്, അകത്ത് കയറി ആദ്യമായിട്ടാണ്. ദൈവം അനുഗ്രഹിച്ചു തന്ന ഒരു ഫ്ലോറാണ് ഞങ്ങൾക്കിത്. ഭാവിയിലും ഇതെല്ലാം നന്നായി വരട്ടെ. റിയാൻകുട്ടനും ഭാവിയിൽ എല്ലാം അറിയട്ടെ. ലോകം മുഴുവനും ഇപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആകട്ടെ എന്ന ഈ ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ 2 വാക്കുകളെ അവസാനിപ്പിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. സാറിന്റെ വാക്കുകളിൽ എനിക്ക് കാണുന്നുണ്ട് ഒത്തിരി സ്നേഹം. അതാണ് റിയാൻകുട്ടന് ആവശ്യം. ശരി, അവന് സ്നേഹം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അവനത് കിട്ടുന്നു, ഇത്ര അധികം സ്നേഹം കിട്ടുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമാണ്. ജെനുവിൻ ആയിട്ടുള്ള ലവ്. അപ്പൊ ഒത്തിരി സന്തോഷം അങ്കിളും ആന്റിയും വന്നതില്, കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. താങ്ക് യു റിയാൻകുട്ടാ. ഓക്കെ. MJ അങ്കിൾ, ഇനി നമ്മുടെ ചങ്സ് ചോയ്സ് ആണ് വന്നിരിക്കുന്നത്. അതിൽ പെർഫോം ചെയ്യാനായിട്ട് നമ്മുടെ ടോപ്പ് സിംഗറിന്റെ വൈദ്യുതി എത്താൻ പോവാണ്. വിളിക്കാം. ലെറ്റ്സ് വെൽക്കം ദ്വിതി കുട്ടി ഓൺ സ്റ്റേജ്. സ്മാർട്ട് ബോയ്. അതെ, മരണനാണോ ഇത്? ആണോ? ആണ്. ഇത് കിൻറ്റമോക്സിനോടൊപ്പാണോ? അതെ, ഇവിടെ ഉണ്ടല്ലോ ലോഗോ.
ആണോ? ആണോ? നല്ല രസമുണ്ട്. നല്ല ഉടുപ്പ് കേട്ടോ, പിടിക്കായിട്ടുണ്ട്. നമ്മുടെ അമ്മുക്കുട്ടി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ടാലന്റ് ആണ്. എന്താ വെച്ചാൽ ഉള്ളിൽ ഒരുപാട് മ്യൂസിക്കാണ്, പക്ഷെ ഒരുപാട് എക്സ്പ്രസ് ചെയ്യൂല. ഉം. അതാണ് താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുറേ നാളിങ്ങനെ സർപ്രൈസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത്രയും തന്നെ അതിൽ കൂടുതൽ സർപ്രൈസ് എന്ന ടാലന്റ് ഉള്ളിലുണ്ട്. ആ ഉള്ളിൽ നിന്നാണ് സംഗീതം വരുന്നത്. ദാറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. അത് ഞാൻ എപ്പോഴും ഇഷ്ടപ്പെട്ട കാര്യമാണ്. നമുക്ക് പ്രോഗ്രസ് റിപ്പോർട്ട് അറിയണ്ടേ? പ്രോഗ്രസ് റിപ്പോർട്ട് അറിയണം നമുക്ക് Yes. ദ്യുതികുട്ടിയുടെ. ആരാ വരുന്നേ എവിടുന്ന് ദ്യുതികുട്ടിയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് പറയാൻ? ആരെയാ വിളിക്കണ്ടേ നമുക്ക്? ആ 3 പേരുന്ന്. ആര്യ ചേച്ചി വായോ. വരുന്നു. അറിയോ ഇവിടെ ഇപ്പൊ എത്ര പാട്ട് പാടിയെന്ന് അറിയോ ദ്യുതികുട്ടിക്ക്? ഇല്ല. എത്ര 100 കിട്ടിയിട്ടുണ്ടാവും അറിയായിരിക്കും. എത്ര കിട്ടി? 9. 900 കിട്ടിയോ ഇതുവരെ? എടാ ഭീകരാ. നമുക്ക് നോക്കാം നോക്കാം, കറക്റ്റ് നോക്കാം. ആണോ പറഞ്ഞത് എന്ന് നോക്കാം. ബൈ. വാ. കഴിഞ്ഞ ഒരു പെർഫോമൻസ് അതിനകത്ത് കൂട്ടിയിട്ടില്ല. അതെ, കഴിഞ്ഞ അതാണ്, പെർഫോമൻസ് അതിലും 100 ആയിരുന്നു അല്ലെ? Yes. അപ്പൊ കറക്റ്റാ. ഇതുവരെ 36 സോങ്സ് പെർഫോം ചെയ്തു. അതില് 900, 2 1 സ്റ്റാർ പെർഫോമൻസ്. അതാണ് നമ്മുടെ ദ്യുതികുട്ടി. അതെ, കഴിഞ്ഞ സ്റ്റാർസ് ഉണ്ടായിരുന്നോ? ഇല്ല ഇല്ല. Okay. ഉണ്ടായിട്ടില്ല. അപ്പൊ സ്റ്റാർ ഇനി കൂട്ടേണ്ടതല്ലേ? സ്റ്റാർ കൂട്ടണം നമുക്ക്. ഇതിലൊക്കെ സ്റ്റാർ ഫില്ല് ചെയ്യണേ കേട്ടോ. ഇത് ഓക്കെ ആണോ? ഇത് ഈ റിപ്പോർട്ട് ഹാപ്പി ആണോ? ആ. ആണ്. ഇതിൽ ആരാ ഇനി ഒപ്പിടിക്കണ്ടേ? അമ്മയാണോ അച്ഛനാണോ ഒപ്പിടേണ്ടത്? ആരെങ്കിലും വന്നിട്ട് ആരെങ്കിലും വന്നിട്ടാ മതി. ഓക്കെ, ഇനി നമുക്ക് ചങ്ക്സ് ചോയ്സ് നോക്കാവേ. അതിൽ ഇവിടെ 4 ചങ്ക്സിന്റെ ഫോട്ടോ വരും. അതിൽ ഒരാളെ ദ്യുതികുട്ട സെലക്ട് ചെയ്യണം. എന്നിട്ട് എന്തുകൊണ്ടാണ് ആ ആളെ സെലക്ട് ചെയ്തതെന്ന് പറയണം. ഓക്കെ, റെഡി? ഗുഡ് ഗേൾ. റെഡി. ഈ 4 പേരെ മനസ്സിലായില്ലേ? MJ അങ്കിളും മധു അങ്കിളും ഉണ്ണി അങ്കിളും ആര്യ ചേച്ചി. ഓക്കെ, കറക്റ്റ്. പറഞ്ഞു. അപ്പൊ ഒരാളെ പറഞ്ഞു. ഉണ്ണിയങ്കൾ. ഉണ്ണിയങ്കൾ സെലക്ട് ചെയ്തു. എന്തുകൊണ്ടാ എന്തുകൊണ്ടാ? ഉണ്ണിയങ്കളിനെ സെലക്ട് ചെയ്തേ? ഉണ്ണിയങ്കിള് ഡാൻസ് ചെയ്യണം. ഉണ്ണിയങ്കിളിന്റെ ഡാൻസ് എനിക്ക് ഇഷ്ടം. ഇഷ്ടം. ആ, ആരെങ്കിലും dance സെലക്ട് ചെയ്തോ? ഇഷ്ടമായതുകൊണ്ട്. ഇങ്ങനെ ഒരു കാരണം. കുറച്ച് നാളായി കണ്ടിട്ട്, ആ. നമുക്ക് പിന്നെയും കാണാനുള്ള സമയമില്ല. അതെ അതെ. ആകെ 4 സ്റ്റെപ്പ് എനിക്ക് അറിയുള്ളൂ. പക്ഷെ ആ ഡാൻസ് ഇഷ്ടമാണ്. ആ 4 സ്റ്റെപ്പ് ഉണ്ണിയങ്കൾ നല്ല വൃത്തിക്ക് നമുക്ക് എല്ലാവർക്കും കളിക്കും. ഇഷ്ടമാണല്ലേ? അതെ, എല്ലാവർക്കും ഇഷ്ടം. എല്ലാവർക്കും ഇഷ്ടമാണ്. നോക്കാം നമുക്ക്. ഉണ്ണിയങ്കൾ എന്താ തരുന്നത് നോക്കാം. ഇപ്പൊ വേറൊരു ഡാൻസ് വരും ഉണ്ണിയങ്കളുടെ, കണ്ടോണം. മധുരഗാനം. മധുരഗാനം. ദ്യുതികുട്ട, മധുരഗാനമാ കിട്ടിയത്. അത് പഠിച്ചു വെച്ചിട്ടുണ്ടോ ഓൾറെഡി? ആ. റെഡി ആണോ? ഏതാ Okay. പാട്ട്? പടിഞ്ഞാറമനത്തുള്ള. ഓ ഗുഡ് ഗേൾ. പടിഞ്ഞാറേമനത്തുള്ള. അതെ, സൂപ്പർ ഫാസ്റ്റ് ആയി. സൂപ്പർ ഫാസ്റ്റ്. നമുക്ക് കേൾക്കാൻ റെഡി അല്ലേ നമ്മളെല്ലാരും? യെസ്. അപ്പൊ നമ്മുടെ പ്രേക്ഷകരും റെഡിയാണെന്ന് എനിക്കറിയാം. എല്ലാവരും താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ ദ്വിതികുട്ടിക്ക് വോട്ട് ചെയ്യണേ. ദ്വിതികുട്ടി പോയി പാട്ട് പാടാൻ റെഡി ആയിട്ട് വായോ. ഓൾ ദ വെരി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ദ്യുതികുട്ട. യെസ്. പടിഞ്ഞാറേ മാനത്തുള്ള പനിനീർ പൂച്ചാമ്പയ്ക്ക പഴുത്തുവല്ലോ മുഴുത്തുവല്ലോ പറിച്ചു തിന്നാൻ എനിക്ക് ചിറകില്ലല്ലോ. കരളിന്റെ കൂട്ടിലൊരു കത് കാണാ പൈങ്കിളിയുണ്ട്. പറന്നുപോയി പറിക്കുവാൻ ഞാൻ പറഞ്ഞെങ്കിൽ എന്തെനിക്കു പകരം നൽകും.
ചാമ്പയ്ക്ക പഴുത്തുവല്ലോ മുഴുത്തുവല്ലോ പറിച്ചു തിന്നാൻ എനിക്ക് ചിറകില്ലല്ലോ. പഴുത്തുവല്ലോ മുഴുത്തുവല്ലോ പറിച്ചു തിന്നാൻ നമുക്ക് ചിറകില്ലല്ലോ. മിനുകൂടാ, എന്തോ പഴുത്ത മുഴുത്ത ചാമ്പയ്ക്ക ഞാൻ പറിച്ചങ്ങ് തിന്ന്. ഇപ്പൊ വയറ് നിറഞ്ഞാട്ടാ. ആണോ? ആ, ഇത്രയും പെട്ടെന്ന് വയറ് നിറയുന്നു വിചാരിച്ചല്ല. ചാമ്പയ്ക്ക് തിന്നാ വയറ് നിറയോ? ഇങ്ങനത്തെ തിന്നാന്നറിയായിരിക്കും. എത്ര തിന്ന് അറിയാമോ? ഈ പാട്ടിൽ മൊത്തം ചാമ്പയ്ക്കായിരുന്നു. അതെ, അത് പഴുത്തതും മുഴുത്തതും. പറിച്ച് തിന്നാൻ എനിക്ക് ചിറകില്ലല്ലോ എന്നാണ്. എനിക്ക് ഒത്തിരി ചിറക് തന്നു പാട്ട്. ചിറകില്ലാണ്ട് തന്നെ തിന്നു കുറെ. അതെ. ഒരു രക്ഷയില്ല. പടിഞ്ഞാറേ മാനത്തുള്ള പടിഞ്ഞാറേ മാനത്തുള്ള പനിനീർ പൂച്ചാമ്പയ്ക്ക പഴുത്തുവല്ലോ മുഴുത്തുവല്ലോ പറിച്ചു തിന്നാൻ എനിക്ക് ചിറകില്ലല്ലോ. ഇതെങ്ങനെ? ഒരു വലിയ നമസ്കാരം, അല്ല ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ കൺസീവ് ചെയ്യുന്നത്? ഐ റിയലി ഡോണ്ട് നോ. എങ്ങനെയോ ഷെല്ലേ, ഇതെങ്ങനെ? അറിയില്ല, അവളായിട്ട് പഠിക്കുവാണ്. വാട്ട് ഇസ് ദ സീക്രട്ട് ബിഹൈൻഡ്? അവള് പാട്ട് വെക്കും, അത് കൂടെ പാടും. പഠിക്കും, ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പഠിക്കും. പഠിച്ചോളും. ഒറ്റയ്ക്ക്, മൊത്തം ഒറ്റയ്ക്ക്. ഇതെങ്ങനെ? ഇപ്പൊ ഞാൻ ആരോട് പോയി ചോദിക്കും? അച്ഛനടുത്ത് ചോദിച്ചിട്ട് അച്ഛന് ഉത്തരമില്ല, മോളോട് ചോദിച്ചിട്ട് ഉത്തരമില്ല. ഇനിയിപ്പോ മേളോട്ട് നോക്കി ചോദിക്കണം. ഈശ്വരാ, ഇതെങ്ങനെ? നാച്ചുറൽ ടാലന്റ് ആണ് അല്ലേ? റൂംമേറ്റ്സ് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, അത് കാര്യമാണ്. പഠിപ്പിക്കുന്നത് അവരാണ് പഠിപ്പിക്കുന്നത്. പഠിപ്പിച്ചാലും എന്തുമാതിരി പാടണ്ടേ സ്റ്റേജില് ഇത്ര ക്ലിയർ ആയിട്ട്? ഈ ഉടുപ്പിലാണെങ്കിൽ 3 പേരെ കൊള്ളും കേട്ടോ. അത് നല്ലൊരു ഗ്ലും ഗ്ലും ഉടുപ്പ്. എനിക്ക് തോന്നിയത് എന്താ അറിയോ മിനുട്ടി? ദ്യുതി പാടിയെക്കാട്ടിലും ഉടുപ്പാണ് പാടിയത്. മൊത്തം ഉടുപ്പ് കംപ്ലീറ്റ് ബിസി ആയിരുന്നു. ഈ പാട്ടിന്റെ ഇടയ്ക്ക് ആക്റ്റീവ് ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുഴുത്തുവല്ലോ പഴുത്തുവല്ലോ, അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അതൊന്ന് പാടി കേൾപ്പിക്കാമോ? പനിനീർ പൂച്ചാമ്പയ്ക്ക പഴുത്തുവല്ലോ മുഴുത്തുവല്ലോ പറിച്ചു തിന്നാൻ എനിക്ക് ചിറകില്ലല്ലോ. അത് ഈ നോർത്തേൺ ഇതില് തിന്നാൻ എന്ന് പറയില്ല, തിന്നാൻ എന്ന് പറയില്ല. അത് പറഞ്ഞിരുന്നു. അത് വേണമെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞാണോ? ഗ്രൂമേഴ്സ് പഠിപ്പിച്ചാണോ? തിന്നാൻ എന്ന് പറയും. തിന്നാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല കുട്ടി. ഞങ്ങളുടെ അവിടെ തിന്നാൻ എന്നാണ് പറയാ, തിന്നാൻ എന്ന് പറയില്ല. ആ, ദ്യുതിയുടെ നാടിന്റെ ശൈലിയിൽ ആണല്ലേ തിന്നാൻ എന്ന് പറയാ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം തിരുവനന്തപുരത്തൊക്കെ തിന്നാൻ എന്നേ പറയുള്ളൂ. അവിടെ നാനാണ്, ഇവിടെ നാനാണ്. ഞങ്ങൾക്കും നാനാ. ബട്ടർ നാനാ അല്ല, ഗാർലിക്. അയ്യോ, ഭയങ്കര തമാശക്കാരി. അതെ അതെ. പിന്നെ ഓ എന്ന് പറഞ്ഞില്ലേ, അത് ഉഗ്രനായിരുന്നേ. അതൊന്ന് പാടും. ഈ മെലഡി ഇങ്ങനെ തേനായിട്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന പോലെ ഉണ്ട്. അത് ഓ പാടിയത്, അത് സൂപ്പറായിരുന്നു. പിന്നെ ഒരു കൊട്ട പൊൻകിനാക്കൾ ഒന്നായി നിനക്ക് നൽകാം, അത് കൊള്ളായിരുന്നു കേട്ടോ. പഠിക്കേ. ഒരു കൊട്ട പൊൻകിനാക്കൾ ഒന്നായി നിനക്കു നൽകാം. ഒന്നായി എന്നുള്ളിടത്ത് ബാബുക്ക സംഗതിയുണ്ട്. ബാബുക്കയുടെ പാട്ടുകളിൽ ചിലതൊക്കെ ബാബുക്ക സംഗതിയാണ്. അതിന് ഹാർമോണിയായിട്ട് ഒരുപാട് ബന്ധമുണ്ട്.
ബാബുക്ക പാടുമ്പോഴത്തേക്കും ഹാർമോണിയം എങ്ങനെ വായിക്കപ്പെടുന്നോ അതിലെ നോട്ട്സ് തന്നെ ബാബുക്ക പാടുകയും ചെയ്യും. അപ്പൊ ബാബുക്കയുടെ തൊണ്ടയും അതുപോലെ ഹാർമോണിയത്തിന്റെ മ്യൂസിക്കും എല്ലാം ഒരുപോലെയാണ്. അതെങ്ങനെ ഈ കുഞ്ഞിന് ആ സംഗതി വന്നു എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. മീനുട്ടി, ആർക്കെങ്കിലും പിടി കിട്ടുന്നുണ്ടോ? ഒരു പിടിയില്ല. ഒരു അത്ഭുതം തന്നെ കേട്ടോ. വിധിക്കുട്ടിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല ഇതെങ്ങനെ ഉണ്ണിച്ചേട്ടാ, യെസ്, ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രതിഭയാണത്. ടാലന്റ് അല്ലേ? യെസ്, ശരിക്കും ഒരു എന്താ പറയുക, ഒരു ബോൺ ടാലന്റ് എന്നൊക്കെ പറയില്ലേ നമ്മള്. ജനിക്കുമ്പോ തന്നെ ആ ഒരു ടാലന്റുമായിട്ട് വന്നിരിക്കുകയാണ്. ബോൺ സിംഗർ എന്നൊക്കെ പറയാം. എന്തൊരു ക്രിസ്പ് അറിയോ, ഓരോ സാധനവും പാടുന്നത് ക്ലീൻ നോട്ട്സിൽ. അങ്ങനെ അത് ഒരു എഫേർട്ടും ഇല്ല. വളരെ അവിടെ BG വായിക്കുമ്പോൾ അവിടെ കളിക്കുക സുഖമായിട്ട്, എന്നിട്ട് കറക്റ്റായിട്ട് ക്രിസ്പായിട്ട് പിന്നെയും പാടുന്നു. ഒരു അപാര ടാലന്റ് ആണ് മോളെ. ഗോഡ് ബ്ലെസ് യു മോളെ. ഷീ ഈസ് എ ബ്ലെസ്ഡ് ചൈൽഡ് ഓൾവേസ്. ഐ യൂസ് ടു സേ യെസ്, ടു ഗുഡ്. ഒന്നും പറയാനില്ല. ഈ പാട്ടൊക്കെ അൾട്ടിമേറ്റ്. ദിദികുട്ടി ശരിക്കും യു ആർ എ ബ്ലെസ്ഡ് ചൈൽഡ്. ഭയങ്കര ക്യൂട്ട്നെസ് ഉണ്ട്. അതിൻ്റെ കൂടെ ഈ പാട്ടിന്റെ സീരിയസ്നെസ്സും അതുപോലെ തന്നെ അറിയാം. കുട്ടി അറിയാതെ അത് മനസ്സിലാക്കുന്നുണ്ട്, അതുപോലെ പാടും ചെയ്യുന്നുണ്ട്. BG വരുമ്പോ ഒന്നുമില്ല, കോളാണ് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് അവിടെ. എനിക്ക് തോന്നുന്നു ആ ഉടുപ്പ് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അല്ലേ? ഇഷ്ടപ്പെട്ടോ? അടുത്ത ഉടുപ്പിനുള്ള ഒരു വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെ, ഇനി വേണ്ടത് അതുപോലത്തെ ഒരു ഉടുപ്പാണ്. എന്തായാലും മിടുക്കിയായിട്ട് പാടിയേ ദിദിക്കുട്ടി. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. നല്ല മെച്ചുവർ ആയിട്ട് പാടി. മാർക്ക് കൊടുക്കുവാ. മാർക്ക് കൊടുക്കട്ടെ? ഇനി എന്തിനാ താമസിപ്പിക്കുന്നല്ലേ MJ സാർ അല്ലേ? എത്ര കിട്ടുമായിരിക്കും ദിദിക്കുട്ടി? 99 മീനുട്ടാ എന്ത് പറയുന്നു? എനിക്ക് 100 കൊടുക്കണം എന്ന് ആഗ്രഹം. കാരണം ഈ ഗുമ്പിളി ഉടുപ്പൊക്കെ ഇട്ട് ഉടുപ്പ് വരെ മറ്റേ നമ്മളൊരു ലാലങ്ങളുടെ നഖം വരെ അഭിനയം, അതുപോലെ ഉടുപ്പ് വരെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദിദിക്കുട്ടിക്ക് ഇറ്റ് ഈസ് 100 out of 100. അങ്ങനെ വരട്ടെ നമ്മുടെ ദിദിക്കുട്ടിക്ക് ഒരു മധുര മഴ. ദിദിക്കുട്ടിയാണ് ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ. ആര്യ ചേച്ചി, ഇവിടുന്ന് എന്തൊക്കെയോ അങ്ങോട്ടേക്ക് ഡീല് വെക്കുന്നുണ്ട്. 100 മേടിച്ചതുകൊണ്ട് ഇന്ന സാധനം വാങ്ങി തരണം, അതല്ലേ? അമ്മക്ക് മാത്രം അച്ഛൻ ഐഫോൺ വാങ്ങിക്കൊടുക്കും, എനിക്ക് ഒന്നും വാങ്ങി തരുന്നില്ല. ഒരു ബാർബി ഫോണെങ്കിലും ചേട്ടന് വാങ്ങി കൊടുക്കാമായിരുന്നു. പക്ഷെ ഉണ്ടല്ലോ, അച്ഛൻ മേടിച്ചാലുണ്ട്. ഇവിടെ നമ്മുടെ ഫൈനലില് വിന്നർ ആയാലില്ലേ MJ അങ്കിൾ ഐഫോൺ തരും. അതെങ്ങനെ? MJ അങ്കിൾ ഓൾറെഡി അനൗൺസ് ചെയ്തു. ഇവിടെ ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക്, ആരാണോ ഫസ്റ്റ് കിട്ടുന്നത് ആ ആൾക്കൊരു വലിയ ഐഫോൺ 17 പ്രോ മാക്സ്. അങ്ങനെ പറഞ്ഞു പ്രോ മാക്സ് 17 പ്രോ മാക്സ്. എന്നാ 18 പ്രോ മാക്സ്. അപ്പൊ ഒരു വിഷയമില്ല എനിക്ക്. അല്ലെ പിന്നെ എനിക്ക് വല്ലതും തരാന്ന് പറയണോ? 2 ഗിഫ്റ്റ് ഉണ്ട്. ഒന്ന് നമ്മുടെ പവിഴം പ്രീമിയം കോക്കനട്ട് ഓയിൽ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. പിന്നെ നമ്മുടെ കുട്ടി സൂപ്പർ സ്റ്റാറിന് കിൻഡം ബോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്, ഒരു ഉടുപ്പ്. കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. ഈ റൗണ്ടിൽ വന്നിട്ട് 2 പെർഫോമൻസ് ചെയ്തു, 2നും 100.
ഇവിടെ മിടുക്ക. അതെ അതെ. അതെ. അച്ഛൻ പറഞ്ഞ് 2-ന് 100 വാങ്ങിയാലും ഒരു സർപ്രൈസ് ഉണ്ട്. അടിപൊളി. അപ്പോ ഐഫോൺ ആണ്. കൊടുത്തു. അച്ഛൻ സ്വപ്നത്തിൽ ചിന്തിച്ചിട്ടില്ല 2-ന് 100 വാങ്ങുന്നു. ഓക്കെ, അച്ഛൻ നമുക്ക് പെട്ടു. നോക്കാം. അതെ, ശരിക്കും പറ്റൂ. അപ്പൊ നമുക്ക് നോക്കാം എന്താ സർപ്രൈസ്. ഇപ്പൊ പോവാം. ചാച്ച പറഞ്ഞേക്ക്. മകളോടാ കളി അല്ലേ? ബൈ. ടോപ്പ് സിംഗർ സീസൺ 6ന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ഇവിടെ ഇങ്ങനെ തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇന്ന് തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. പ്രീ ക്വാർട്ടർ എന്ന് പറയുന്നത് മാത്രമല്ല, പ്രീ ക്വാർട്ടർ ഒരു ഗ്രാൻഡ് ഫിനാലയിലേക്ക് നമ്മൾ ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര നാൾ പറയുമ്പോൾ കുറേ ദൂരം ഉണ്ടായിരുന്നു, ഇപ്പൊ അതിങ്ങനെ അടുത്തടുത്ത് വന്നിരിക്കുകയാണ്. ഇപ്പൊ പ്രീ ക്വാർട്ടർ മത്സരങ്ങളും ഇവിടെ അവസാനിക്കാറായി. ഇന്നെന്തായാലും തൽക്കാലം ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നാളെ ഇതേ സമയം നമ്മൾ വീണ്ടും കാണും പുതിയൊരു എപ്പിസോഡുമായിട്ട്. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ ബൈ, സീ യു.